പ്രിയമുള്ളവരെ, ട്വിസ്റ്റ് യുവർ സ്റ്റോറി ത്രൂ പ്രയർ. പ്രാർത്ഥനയാൽ നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കുക. ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിടുതലിൻ്റെ അനുഭവം. കൂട്ടക്കൊലയിൽ നിന്ന് വിജയാഹ്ലാദത്തിലേക്ക് നടത്തപ്പെടുന്ന ദൈവജനത. ദർശിക്കുക, ശ്രവിക്കുക. ഹിന്ദുദേശം മുതൽ കൂസ് ദേശം വരെ 127 സംസ്ഥാനങ്ങളുള്ള പാഴ്സ്യരാജ്യം വാഴും മഹാനായ അഹസ്വേരോസ് ചക്രവർത്തിയുടെ പട്ടമകശി യസറഗ്നീദാ എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു. യൂഫ്രട്ടീസ് നദിയുടെ മുകൾ പരപ്പിൽ പ്രഭാകരങ്ങൾ പതിക്കുമ്പോഴത്തെ ശോഭയും, ആഹാ! ഷാരോനിലെ ലില്ലി പുഷ്പം പോലെ മനോഹരിയുമായ മഹാറാണിക്ക് മജ്‌ലിസിലേക്ക് സ്വാഗതം. അങ്ങ് ആഭരണ വിഭൂഷിത അല്ലെങ്കിൽ കൂടി രാജ്ഞിയുടെ മുഗ്ധ സൗന്ദര്യം പ്രശംസീതമാണ്, ഛേദോഹരമാണ്. ഹതാക്, നിന്റെ നാവിന് കടിഞ്ഞാണിടൂ. പൊന്നണിയുന്നതോ വിലയേറിയ വസ്ത്രം ധരിക്കുന്നതോ അല്ല ഒരു ഭാര്യയുടെ സൗന്ദര്യം. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ജ്ഞാനത്തോടെ വായ് തുറക്കുന്നവൾ, ഭർത്താവിനെ ബഹുമാനിക്കുന്നവൾ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവൾ, സൗമ്യതയും സാവധാനവുമുള്ള അക്ഷയ മനസ്സിന്റെ ഉടമ. അവളുടെ വില മുത്തുകളിലുമേറും. അതാണ് സൗന്ദര്യം, കുലീനതയും. അവിടുത്തെ മുഖം കാണിക്കുവാൻ മൊർദെഖായി പൂമുഖത്ത് കാത്തു നിൽക്കുന്നു. ഹതാക്, അദ്ദേഹത്തെ മജ്‌ലിസിലേക്ക് ആനയിക്കൂ. അതിനു മുൻപ് ഇവിടെയുള്ള എല്ലാവരും അല്പസമയത്തേക്ക് മാറി നിൽക്കൂ. എനിക്ക് അദ്ദേഹത്തോട് അല്പം സ്വകാര്യമായി സംസാരിക്കുവാനുണ്ട്. എസ്തേർ രാജ്യം തിരുവിളക്കേടുണ്ടാകരുത്. അടിയൻ പെട്ടെന്ന് കടന്നു വന്ന് ഇവിടുത്തെ കാര്യാദികൾക്ക് എന്തെങ്കിലും ഭംഗം വരുത്തിയോ? ഷാലോം അലേഹം. ബാബ മൊർദെഖായി, യാഹാം ദൈവം കഴിഞ്ഞാൽ എൻ്റെ സർവസ്വം അങ്ങ് തന്നെയല്ലേ? അനാഥയായി എന്നെ മകളാക്കി സ്നേഹിച്ചതും വളർത്തിയതും മഹാനായ അഹശ്വേരോസ് ചക്രവർത്തിയുടെ അരമനയിലെ രാജ്ഞിയാക്കിയതും അങ്ങ് തന്നെയല്ലേ? പിന്നെ എന്തിനീ പാഴ്സികളുടെ ഉപചാരങ്ങൾ? മോളെ ഹദസേ, നിനക്ക് സുഖം തന്നെയല്ലേ? എത്ര നാളായി ഞാൻ കേൾക്കാൻ കൊതിച്ച ശബ്ദം. ഇവിടെ അന്തപുരത്തിൽ പാർസി രാജ്യത്തെ എല്ലാ സുഖസൗകര്യങ്ങളും, മൂറും ലഗംകവും പരിചാരകരും മൃഷ്ടാന ഭോജനവും വേണ്ടുവോളമുണ്ട്. പക്ഷേ തോറ ഉരുവിട്ടുണരുന്ന പ്രഭാതങ്ങൾ, ഗമനാഗമനങ്ങളിൽ ആവർത്തിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ സ്തുതികൾ, വേദച്ചുരുളുകളുടെ പാരായണവും ധ്യാനവും, ബാബിലോണിലെ നമ്മുടെ ചെറിയ വീട്ടിലെ സന്തോഷവും ആഹ്ലാദവും അവിടേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. മാമയും മറ്റെല്ലാവരും സുഖമായിരിക്കുന്നുവോ? യഹോവയുടെ ദയയാൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാഹൽ ഷദായ് സർവശക്തൻ ഈ പ്രവാസ ദേശത്തിലും ഞങ്ങളെ പരിപാലിക്കുന്നു. മറ്റൊരു കാര്യം, ചക്രവർത്തി തിരുമനസ് ആഗാഗനായ ഹാമാൻ ഉദ്യോഗക്കയറ്റം നൽകിയെന്ന് കേട്ടല്ലോ. അതെ, ചില സംവത്സരങ്ങൾക്ക് മുമ്പ് ശൗൽ രാജാവ് തോൽപ്പിച്ച അമാലേഖ്യ രാജാവായ ആഗാഗിന്റെ ചെറുമകനാണിവൻ. അവൻ യഹൂദന്മാരോട് വല്ലാത്ത വെറുപ്പുണ്ട്. സൂക്ഷിക്കണം, അവൻ ബാബയെ നോട്ടമിട്ടിട്ടുണ്ട്, അവനെ കുമ്പിട്ട് നമസ്കരിക്കാത്തത് കൊണ്ട്. മോളെ, ഞാൻ യഹൂദനാണ്. യഹോവയായ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഞാൻ കുമ്പിട്ട് നമസ്കരിക്കില്ല. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ആരെയും എന്തിൻ്റെയും മുമ്പിൽ മുട്ടുമടക്കുന്നവനല്ല യഹൂദൻ. തോറയുടെ ചുരുളുകളിലെ അഗ്നിമയമായ കൽപ്പനകൾ എപ്പോഴും നെഞ്ചോട് ചേർക്കുന്നവനാണ് യഹൂദൻ. അത് പ്രമാണിക്കുന്നവനാണ് യഹൂദൻ. ബാബാ, അങ്ങയുടെ ആഗമനോദ്ദേശം ഇതുവരെ പറഞ്ഞില്ല. ഇക്കാര്യം പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ല. പക്ഷേ പാർസി രാജാവായ മഹാവനായ ചക്രവർത്തിക്ക് ദോഷം വരുന്ന ഒന്നും എനിക്ക് സഹിക്കുവാൻ കഴിയില്ല. രാജാവിനെ ഉന്മൂലനം ചെയ്യാനുള്ള ചില കുറ്റകരമായ ഗൂഢാലോചനകളെ കുറിച്ച് ബാബാ, അങ്ങ് വലിയ മുഖവുര കൂടാതെ പറയൂ. അത് ഞാൻ കൊട്ടാരവാതിൽക്കലിരിക്കുമ്പോൾ കേട്ടതാണ് മകളെ. അവിടുത്തെ 2 അംഗരക്ഷകർ ബിഗ്ദാനും തേരസും രാജാവിനെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മോളെ, അത് തടയാൻ തിരുമനസിനെ അറിയിച്ച് വേണ്ടത് ചെയ്യണം. എന്ത്?
അവർക്ക് ഇത്രമാത്രം ധൈര്യമോ? ഞാൻ ഇപ്പോൾ തന്നെ ചക്രവർത്തി തിരുമനസിനെ ചാരന്മാർ വശം വിവരം അറിയിക്കാം. വളരെ നന്ദി. അങ്ങ് സമാധാനമായി പോകൂ. യഹോവ ബാബയെ തുടർന്നും അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ഈ ഉപകാരത്തിന് പാർസി രാജ്യവും ചക്രവർത്തി തിരുമനസും ഞാനും അങ്ങയോട് എന്നും കടപ്പെട്ടിരിക്കും. നന്ദിയുള്ളവളായിരിക്കും. ഹദാക്, അടിയൻ ഈ സന്ദേശം എത്രയും വേഗം ചക്രവർത്തി തിരുമനസിനെ നേരിട്ടെത്തിക്കുക. ഉത്തരവ് പോലെ മഹാറാണി. എന്താ ഹദാക്, എന്തു പറ്റി? വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടല്ലോ. ആ വാതിൽക്കാവൽക്കാരൻ മൊർദെഖായി പട്ടണത്തിന് നടുവിൽ നിന്നുകൊണ്ട് വസ്ത്രം കീറി രട്ടെടുത്ത് നിലവിളിക്കുന്നു. എന്തിന്? പാർശ്യ രാജ്യത്തിന്റെ 127 സംസ്ഥാനങ്ങളുള്ള യഹൂദന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊന്നൊടുക്കുവാനും അവരുടെ വസ്തുവകൾ കൊള്ളയിടുവാനും രാജാവ് തിരുമനസിനെ കൊണ്ട് അന്യായമായ ദുഷ്ടനായ ഹാമാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ കൽപ്പന രാജകിങ്കരന്മാർ 127 സംസ്ഥാനങ്ങളിലും എത്തിച്ചിരിക്കുന്നു. ഈ വർഷത്തെ അവസാന മാസം ആധാരമാസം 13-ാം തീയതി ആ വിധി നടപ്പാക്കുവാൻ രാജമോതിരം കൊണ്ട് മുദ്ര ചെയ്ത് അത് ഉത്തരവായിരിക്കുന്നു മഹാറാണി. എന്താണ് ഈ കേൾക്കുന്നത്? യഹൂദ കുലത്തെ മുഴുവൻ കൊല്ലുകയോ? ഇല്ല ഇല്ല ഇല്ല. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ വാഴുകയില്ല. വേഗം ഒരു വസ്ത്രവുമായി ചെന്ന് മൊർദെഖായി ഉടുപ്പിക്കോ. ഉത്തരവ് പോലെ മഹാറാണി. ഇതെങ്ങനെ സാധിക്കും? എന്റെ കുലത്തെ മുഴുവൻ നശിപ്പിക്കുമോ? ഇത് യഹോവയുടെ ശിക്ഷയാണോ? ഇപ്പോൾ അനുഭവിക്കുന്നതിലും വലിയ ശിക്ഷയോ? യഹോവേ, അങ്ങ് ആകാശം ചായ്ച്ചിറങ്ങി വരണമേ. മൊർദെഖായി വസ്ത്രം വാങ്ങിയില്ല മഹാറാണി. അദ്ദേഹം വാവിട്ട് നിലവിളിക്കുകയാണ്. ശൂഷം പട്ടണം മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും യഹൂദന്മാരുടെ കൂട്ടക്കരച്ചിലാണ് മഹാറാണി. ഇതാ ആ ഉത്തരവിന്റെ പകർപ്പ്. അങ്ങ് തിരുമനസിനോട് രാജസന്നിധിയിൽ ചെന്ന് ചക്രവർത്തിയോട് യഹൂദ ജനത്തിനു വേണ്ടി അഭയാചിക്കുവാൻ മൊർദെഖായി അപേക്ഷിച്ചിട്ടുണ്ട്. ഹദാക്, നീ ചെന്ന് മൊർദെഖായിയോട് പറയൂ, ചക്രവർത്തി വിളിക്കാതെ ആർക്കും തന്റെ സന്നിധിയിൽ ചെല്ലുവാൻ അനുവാദമില്ല. അദ്ദേഹം എന്റെ നേരെ തന്റെ പൊൻചെങ്കോൽ നീട്ടാഞ്ഞാൽ രാജഭടന്മാർ എന്നെ കൊന്നുകളയും. അടുത്ത 30 ദിവസത്തേക്ക് എന്നെ ചക്രവർത്തി വിളിപ്പിച്ചിട്ടുമില്ല. എന്നെ കൊണ്ടിത് അസാധ്യമാണെന്ന് അതിവേഗം ചെന്ന് പറയോ ഹദാക്. എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഒരു ജനതയെ മുഴുവൻ കൊന്നുകളയുവാൻ, കൊള്ളയിടുവാൻ ആ ഹാമാൻ ഇത്ര നീചനായി പോയോ? ഇതാണോ പുകഴ്പ്പെട്ട പാഴ്സികളുടെ നീതിശാസ്ത്രം? അടിയനോട് തിരുവുള്ളമുണ്ടായി എന്നോട് കോപിക്കരുത്. അതെ ഹദാക്, എന്നെ കൂടെ മൊർദെഖായി പറഞ്ഞറിയിച്ചത് നീ ധൈര്യമായി പറയൂ. മൊർദെഖായി എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞയച്ചത്: നീ രാജധാനിയിലിരിക്കിയാൽ എല്ലാ യഹൂദന്മാരും വെച്ച് രക്ഷപ്പെട്ടുവെന്ന് കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇസ്രായേലിന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. പാഴ്സി രാജവംശത്തിൽ പിറന്ന ബെൽശസ്സറിന്റെ മകളായ വസ്തിയെ നിഷ്കാഷണം ചെയ്ത് യഹൂദ പെൺകുട്ടിയായ നിന്നെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവന്നത് ഇങ്ങനൊരവസരത്തിൽ യഹൂദിന്റെ സഹായത്തിനു വേണ്ടിയാണ്. നീ അത് മറക്കണ്ട. ഈ അവസരത്തിൽ യഹോവയുടെ അപേക്ഷിക്കയില്ലാതെ വേറെ വഴിയില്ല. ഉലകം മുഴുവൻ എതിരെ നിന്നാലും എന്റെ യാഹ് തന്റെ ജനത്തെ മറന്നു കളയുകയില്ല. ഹദാക്, നീ അതിവേഗം ചെന്ന് മൊർദെഖായിയോട് അറിയിക്കൂ. ഈ ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി 3 രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. മഹാറാണി,
ഇന്നു തന്നെയല്ലേ ചക്രവർത്തിയെ മുഖം കാണിക്കാൻ പോകുന്നത്? അതെ, യഹോവയുടെ സാന്നിധ്യം എന്നോട് കൂടെ പോരും. വിക്കനായ മോശയുടെ നാവോട് കൂടിയിരുന്നവൻ എൻ്റെ നാവോട് കൂടിയിരിക്കും. അവൻ്റെ അഭിഷക്തന്മാരെ തുടരുത് എന്ന് എൻ്റെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ആരും ഉപദ്രവമേൽക്കാതെ എൻ്റെ ജനത്തിൻ്റെ വിജയവുമായി ഞാൻ തിരികെ വരും. ഇതാണ് എൻ്റെ പാറയം യാഹിലുള്ള വിശ്വാസം. അതേ മഹാറാണി, പോയി വരും. അവിടുത്തെ ദൈവമായ യഹോവ തന്റെ ജനത്തെ വിടുവിക്കും. എന്തായി കാണുന്നതോടെ ഒന്നും അറിയുന്നില്ലല്ലോ. രാജ്ഞി വന്നതിന് ശേഷം ചോദിക്കാം. രാജ്ഞിയെ കാണുന്നില്ലല്ലോ. എന്തായി ദൈവമേ? ഒന്നും അറിയുന്നില്ലല്ലോ ഞാൻ. ദൈവമേ, അങ്ങ് കാത്തുകൊള്ളണമേ. എന്തായി മഹാറാണി? ഹദാക്, ഒരു ഇടയനെ പോലെ തൻ്റെ ജനത്തെ പരിപാലിക്കുന്ന യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ചക്രവർത്തി തിരുമനസ് എന്നോട് കൃപ തോന്നി തൻ്റെ പൊൻചെങ്കോൽ എൻ്റെ നേരെ നീട്ടി. ഇതാണ് ഹദാക് പ്രാർത്ഥനയുടെ ശക്തി. ഭൂലോകത്തിൽ നമുക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇന്ന് രാത്രി ചക്രവർത്തി തിരുമനസിനെ ഞാൻ ഒരുക്കുന്ന വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജനത്തെ കൊന്നു മുടിക്കേണ്ടതിനെ ഏൽപ്പിച്ചത് എന്ത് എന്ന് ഞാൻ ചോദിക്കും. അതിന്റെ പ്രതിവിധി ഞാൻ ആവശ്യപ്പെടും. എന്റെ യഹോവ തന്റെ ജനത്തെ രക്ഷിക്കും. മഹാറാണി, പുറത്തെ ശബ്ദം ശ്രദ്ധിക്കൂ. തെരുവതിലേക്ക് നോക്കൂ. രാജവസ്ത്രം ധരിച്ച് രാജാവിന്റെ കിരീടം ധരിച്ച് കുതിരപ്പുറത്തിരിക്കുന്നത് ബാബ മൊർദെഖായി അല്ലേ? ദൈവത്തിന് സ്തോത്രം. യഹോവ വലിയവൻ. മറ്റൊരു ദൃശ്യം രാജ്ഞി കണ്ടില്ലെന്ന് തോന്നല്ലോ. ആ കുതിരയുടെ തോൽവാറിൽ പിടിച്ചുകൊണ്ട് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യും എന്ന് വിളിച്ചു പറയുന്നവൻ ആ ദുഷ്ടനായ ഹാമാനല്ലയോ? ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്? എന്തൊക്കെയാണ് മഹാറാണി ഇവിടെ സംഭവിക്കുന്നത്? ഇന്നലെ രാത്രി ചക്രവർത്തി തിരുമനസിനെ ആ വഞ്ചകനും ശത്രുമായ ഹാമാനെ തൂക്കിലേറ്റി. അതും അവന്റെ വീട്ടിൽ തന്നെ. മൊർദെഖായെ തൂക്കിക്കളയുവാൻ ഹാമാൻ തന്നെ ഉണ്ടാക്കിയ കഴിവരത്ത് തന്നെ. ഇത് തന്നെയാണ് യഹോവയുടെ പ്രവൃത്തി. യഹോവയെ ഭയപ്പെടുന്നവർക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. യഹോവ നമ്മുടെ വെളിച്ചവും രക്ഷയുമാകുന്നു. ഇന്നലെ രാത്രി വിരുന്നിന് ഞാൻ ചക്രവർത്തിയോട് അവൻ ചെയ്ത അന്യായമായ കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തിച്ചിരുന്നു. കർത്താവ് തന്റെ ജനത്തെ വീണ്ടും വിടുവിച്ചിരിക്കുന്നു. മോളെ ഹദസേ, നമ്മുടെ ദൈവം വലിയവൻ. അവിടുന്ന് തൻ്റെ മക്കളെ വിടുവിച്ചു. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് അരുളി ചെയ്ത അവിടുന്ന് നമ്മെ തകർത്ത് കളവാൻ അനുവദിച്ചില്ല. വല്ലാത്ത ചുമ. മോളെ ഹദസേ, ബാബാ, അവിടുന്ന് പറഞ്ഞാലും. ഈ വയോധികനായ മൊർദെഖായി പറയുന്നു, മോളെ, അടിമത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും കണ്ട് മങ്ങിപ്പോയ ഈ കണ്ണുകൾ ദീർഘദർശനമായി പറയുന്നു. ഒരു മശിഹ എഴുന്നേൽക്കും.
അവൻ ഭൂരാജാക്കന്മാരുടെ കിരീടങ്ങൾ തച്ച് തകർത്ത് ഈ ഭൂമിയിൽ നീക്കം വരാത്ത സാമ്രാജ്യം സ്ഥാപിക്കും. അവൻ്റെ വിശുദ്ധന്മാർ അവനോടുകൂടെ വാഴും. ചക്രവാളം തൊട്ട് ചക്രവാളം വരെ പ്രതിധ്വനിക്കട്ടെ യഹോവയുടെ നാമം. ശബ്ദ കൊടുങ്കാറ്റുയരട്ടെ, ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിൽ ആയിരങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഉയരട്ടെ യാഹിന്റെ വിടുതലിന്റെ സ്തോത്രം. വരും കാല ജനത കേൾക്കട്ടെ തന്റെ ജനത്തിന് വേണ്ടി യാഗരിച്ച കണ്ണീർ തൂകിയ എസ്തേറിന്റെ ചരിത്രം. ഈ പാവപ്പെട്ട മൊർദെഖായിയുടെ കഥ, നിലവിളിക്കുന്ന ഓരോ ഭക്തന്റെയും കണ്ണീരിന്റെ വില. ഹദാക് എസ്തേർ രാജ്ഞി ഇതാ കൽപ്പിക്കുന്നു, ഹാമാന്റെ സകല വസ്തുവകകളും നാം ഇപ്പോൾ തന്നെ കണ്ടുകെട്ടുന്നു. ആ ബംഗ്ലാവ്, അതെ അത് തന്നെ, മൊർദെഖായിക്ക് വേണ്ടി കഴുകുമരം തൂക്കിയ ആ ബംഗ്ലാവിന്റെ താക്കോൽ ഇന്ന് തന്നെ മൊർദെഖായിക്ക് കൈമാറണം. ഇനി മുതൽ ഒരു വാതിൽ കാവൽക്കാരനായിട്ടല്ല, പാർസി രാജാവായ മഹാനായ അഹശ്വേരോഷിന്റെ സന്നിധിയിൽ അമൂല്യരത്നമായി യഹൂദനായ മൊർദെഖായി ബിൽഷാൽ ശോഭിക്കട്ടെ. ഹല്ലേലൂയ! യഹോവയ്ക്ക് പാടാം, സ്തുതിക്കാം, നന്ദി കരേറ്റാം. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. വിടുതലുകൾ നൂറ്റാണ്ടുകൾ മുമ്പ് നടന്ന ഒരു കഥയല്ല. തൻ്റെ മക്കളെ വിടുവിക്കുവാൻ ആകാശം ചായ്ച്ച് അവൻ ഇറങ്ങി വരുന്നു. അത് കൊട്ടാരത്തിലായാലും കുടിലിലായാലും. നമുക്ക് തുടർന്നും ദൈവകൃപയിലായിരിക്കാം. ദൈവനാമത്തിന് മഹത്വം. നന്ദി, സ്തോത്രം.